നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്താൻ ആര് വന്നാൽ അത് സാധിക്കും? പെപ് ഗാർഡിയോളയും ഹൊസെ മൗറിഞ്ഞോയും ഒരുമിച്ച് വന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിച്ചാൽ പോലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തുറന്നടിച്ചു പറയുകയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായ ഇവാൻ വുക്കുമനോവിച്ച്. അദ്ദേഹം ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അത്രേ ഇതിനെ കാണേണ്ടതുള്ളൂ. മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ്. ഇതിന് പരിഹാരം കാണാൻ ഒരു കോച്ചിനാകില്ല. പ്രശ്നം ഫുട്ബോൾ സിസ്റ്റത്തിൻ്റേതാണ്. ഫെഡറേഷൻ്റെ സമീപനവും മാറണം. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് പോരായ്മ ഉണ്ടെന്ന് സമ്മതിക്കുക എന്നതാണ്. ഈ സിസ്റ്റം തുടർന്നാൽ അടുത്ത 6 മുതൽ 8 വർഷം 6-8 വർഷക്കാലം സീനിയർ ടീമിന് യാതൊരു സാധ്യതയുമില്ല. ഗാർഡിയോളയും മൗറിഞ്ഞോയും ഒരുമിച്ച് വന്ന് പരിശീലിപ്പിച്ചാലും ഇപ്പോഴത്തെ ടീമിന് ഒരു ചലനവും ഉണ്ടാക്കാനാവില്ല എന്നാണ് ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, സീനിയർ ടീമിനെ വിട്ട് ജൂനിയർ ടീമുകളിൽ ഫോക്കസ് ചെയ്യണം. അണ്ടർ 17, 19, 21 തലങ്ങളിൽ കരുത്തുറ്റ ടീമുകളെ രൂപപ്പെടുത്തണം. അവർക്ക് മികച്ച പരിശീലനം ഒരുക്കണം. മത്സര പരിചയം കൊടുക്കണം. എങ്കിൽ കുട്ടികൾ വളർന്ന് വലുതായി നിലവാരമുള്ള സീനിയേഴ്സായി മാറും എന്നുകൂടി അദ്ദേഹം പരിഹാരം നിർദ്ദേശിക്കുന്നു. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് നന്നായിട്ട് അറിയാവുന്ന ഇവാൻ വുക്കുമനോവിച്ച് ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരായ പെപ് ഗാർഡിയോളയും ഹൊസെ മൗറിഞ്ഞോയും ഒരുമിച്ച് വന്ന് ഇവിടുത്തെ ടീമിനെ പരിശീലിപ്പിച്ചാലും ഒരു ചലനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.